കൃഷ്ണാവതാര തത്വം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് പറയണ്ട എന്നായിരിക്കും ഇത്തവണത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ഭഗവാനിൽ നിന്ന്. കാരണം പലപ്പോഴും ഗുരുനാഥന്മാർ പറയാറുണ്ട്, വലിയ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞാൽ മതി. കൃഷ്ണാവതാരം എന്താണ് എന്ന ചോദ്യത്തിന് ഔപനിഷദികമായ ഭാഷയിൽ ഒരു ഉത്തരമേ നമുക്ക് വേണ്ടൂ. ഋദംഭര പ്രജ്ഞ. ഋദംഭര പ്രജ്ഞ. ആ ഋദംഭര ബുദ്ധി അല്ലെങ്കിൽ ഋദംഭര പ്രജ്ഞയെ ഒരു കഥയിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ ദശമസ്കന്ധത്തിൽ ഭഗവാൻ ചെയ്തിട്ടുള്ളത് വ്യാസമഹർഷി. കഥ വളരെ ലളിതമാണ്, എളുപ്പമാണ്, എല്ലാവരും അനേകാവർത്തി കേട്ടിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു തുടർച്ചയാണ്. അതായത് ബ്രഹ്മാകാരവൃത്തി എന്ന് പറയുന്ന തത്വദീക്ഷയെ പരീക്ഷിത് മഹാരാജാവ് കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവൻ ആത്യന്തികമായി അവനവൻ്റെ തന്നെ അന്തരംഗമാകുന്ന കാട്ടിലേക്ക് അജ്ഞാനത്തിൻ്റെ ആ കാടും പടലയും നീക്കാനായുള്ള പരിശ്രമം നാം ചെയ്യുമ്പോൾ ആ പരിശ്രമം തീക്ഷ്ണമാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ധ്യാനനിഷ്ഠയിലിരിക്കുന്ന ഗുരു അല്ലെങ്കിൽ ബ്രഹ്മാവബോധം. അതാണ് ധ്യാനനിഷ്ഠയിലിരിക്കുന്ന ശമീകൻ എന്ന് പറയുന്നത്. നമ്മൾ ആത്യന്തികമായിട്ട് അന്വേഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചേരുന്ന ഗുരുപദപ്രാപ്തിയെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൈവല്യം മാത്രമാണ്, അനന്തമായ കൈവല്യമാണ്. ആ കൈവല്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കഥ വേണ്ടതുപോലെ വേദവ്യാസ മഹർഷി നമുക്ക് വേണ്ടി പറയുന്നത്. കഥ വളരെ ലളിതമാണ്, വളരെ ചുരുക്കി നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് കൃഷ്ണാവതാര നിരൂപണം. 8ാം സ്കന്ധത്തിലെ സമുദ്രമഥന കഥ കൊണ്ട്, മത്സ്യാവതാര കഥ കൊണ്ട് ഒക്കെ ചില ധർമ്മങ്ങളെ ഈ മാർഗത്തിൻ്റെ അടുക്കും ചിട്ടയ്ക്കും വേണ്ടിയിട്ട് വേദവ്യാസ മഹർഷി പറഞ്ഞു വെക്കുകയുണ്ടായി. ജ്ഞാനത്തിൻ്റെ ഗംഗയെ 9ാം സ്കന്ധത്തിലെ രാമാവതാരത്തിന് തൊട്ടു മുമ്പായി പരമേശ്വരനിലൂടെ സ്വീകരിക്കപ്പെട്ട് സകരപുത്രന്മാർക്ക് ജന്മം കൊടുത്തുകൊണ്ട് ആ ഗംഗയെ പരമേശ്വരൻ സ്വീകരിച്ചതോടുകൂടി ചിദാകാശ സ്വരൂപമായ ജ്ഞാനത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലും പുറത്തുമൊക്കെ ത്വമേവ ഭാതി പ്രതിഭാതി സർവം എന്ന രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനത്തെ, ഈശ്വര തത്വത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആ കഥ കൊണ്ട് സ്ഥാപിച്ചു. പിന്നെ നമ്മൾ കാണുന്നതാണ് കൃഷ്ണാവതാര നിരൂപണം. കംസന്റെ കുഞ്ഞിപ്പെങ്ങളായ ദേവകീദേവി, ആ ദേവകീദേവിയെ കംസൻ തന്നെ വസുദേവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വസുദേവ ദേവകീ പരിണയ ഘോഷയാത്രക്കിടയിൽ വെച്ചിട്ട് ഈ അശരീരി കേൾക്കുന്നു. അതോടുകൂടി കംസന്റെ സ്വഭാവം മാറുകയാണ്. കംസൻ ആ വഴിയിൽ വെച്ച് തന്നെ ദേവകീദേവിയെ ഹനിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് വസുദേവർ ഞങ്ങൾക്കുണ്ടാവുന്ന എല്ലാ കുട്ടികളെയും തന്നേക്കാം എന്നുള്ള ഒരു അർപ്പണം, ആത്മാർപ്പണം എന്ന് തന്നെ പറയാം, അത് നമ്മൾ കാണുന്നു. അതിനുശേഷം കൽത്തുറുങ്കിലെ ദാമ്പത്യത്തിൽ നിന്ന് 6 കുട്ടികൾ ഉണ്ടാവുന്നു. 6നെയും നാരദൻ്റെ നിർദ്ദേശപ്രകാരം കംസൻ ഇല്ലാതാക്കുന്നു. 7ാമത് മഹാമായ വരുന്നു. 8ാമത് ആര് ജനിക്കുന്നു? കൃഷ്ണൻ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ വരികയാണ്. ഇത് ഇങ്ങനെ കേട്ടത് കൊണ്ടായില്ല. ഇങ്ങനെ കേട്ടത് കൊണ്ട് എന്താ പ്രയോജനം? ഇതൊരു കഥ മാത്രമായിട്ട് പരിണാമം പ്രാപിക്കും. കംസൻ എന്ന വാക്കിനൊരർത്ഥമുണ്ട്. എന്താ അത്? നിരുക്തം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രജസ്സിൻ്റെ പ്രതീകമാണ്. അതായത് കാന്തിരിച്ഛിതി എന്നൊരു ധാതുവാണ് ഈ, അല്ലെങ്കിൽ നിരുക്തകോശത്തിൽ നമ്മൾ കാണുന്ന അങ്ങനെ ഒരു പ്രയോഗമാണ്. അതായത് എപ്പോഴും എവിടെയും ഞാൻ 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 എന്ന രജോ ഗുണം ത്രസിച്ചു നിൽക്കുന്ന, ആ രജസ് മുറ്റി നിൽക്കുന്ന നമ്മളിൽ തന്നെയുള്ള ശരീരബോധമാണ് യഥാർത്ഥത്തിൽ കംസൻ എന്ന് പറയുന്നത്. ആ കംസൻ ഒരു കുഞ്ഞിപ്പെങ്ങളുണ്ടെന്നാണ് പറയണേ. ദീപ്തൗ എന്നാണ് ദേവകീ ശബ്ദത്തിന് ആധാരം. അപ്പോൾ ആരും പ്രകാശിപ്പിക്കാതെ സ്വയമേവ പ്രകാശിതയാകുന്നവൾ ദേവകീദേവി. ആ ദേവകീദേവി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളുടെ മനോമണ്ഡലം തന്നെയാണ്. ആ മനോമണ്ഡലത്തിനോട് വാത്സല്യാതിരേകങ്ങൾ കംസനുണ്ട്, ശരീരത്തിനുണ്ട്. ആ ദേവകീദേവിയെ വസുദേവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? കംസൻ തന്നെയാണ്. പക്ഷേ ഈ കംസൻ അത്ര നല്ല ആളാണോ എന്ന് ചോദിച്ചാൽ അത്ര നല്ല ആളല്ല. ഏതുപോലെ
നമ്മളൊക്കെ പോലെ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണത് കണ്ടാൽ നമ്മളൊക്കെ വളരെ നല്ല ആളുകളാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം ഇങ്ങനെയാണോ? ഇപ്പം കുടുങ്ങി അല്ലേ? ആ വളവ് അങ്ങോട്ട് കഴിഞ്ഞാലേ യഥാർത്ഥത്തിലുള്ള നമ്മളാരാന്ന് നമുക്ക് മനസ്സിലാവാൻ സാധ്യതയുള്ളൂ. അപ്പം രജസ് അല്ലെങ്കിൽ രജോ ഗുണമാണ് കംസൻ. നമ്മളിൽ തന്നെയുള്ള ആ ജാഗ്രത അവസ്ഥയിലെ ബോധമാണ് ദേവകീ ദേവി. ആ ദേവകീ ദേവിയെ വസുദേവർക്ക് കൊടുക്കാൻ കംസൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, രജസ്സാണ് ശരീരത്തിൻ്റെ പല രീതിയിലും നമ്മളെ പലപ്പോഴും അപകടപ്പെടുത്തുന്ന സ്വഭാവം മുറ്റി നിൽക്കുന്നതെങ്കിലും ചില സമയത്തൊക്കെ ആ രജസ് കൊണ്ട് നമുക്ക് ചില സാധനങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റും. അതാ ദേവകീ ദേവിയെ വസുദേവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സാത്വികമായ ധർമ്മം. ഭാഗവതം തന്നെ നിർവചിച്ചിട്ടുണ്ട് വസുദേവ ശബ്ദത്തിൻ്റെ അർത്ഥം. സത്വം വിശുദ്ധം വസുദേവ സജ്ഞിതം എന്നാ പറഞ്ഞത്. അപ്പൊ സാത്വികമായിരിക്കുന്ന വികാരത്തിന്റെ പ്രതിനിധിയാണ് വസുദേവർ. അപ്പൊ ദേവകീ വസുദേവന്മാർ തമ്മിൽ യോജിപ്പിക്കാൻ കംസൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, രജോ ഗുണയുക്തമായിരിക്കുന്ന ശരീരമാണെങ്കിൽ പോലും സാത്വികമായ ധർമ്മത്തിലേക്ക് മനസ്സിനെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ശ്രമം ആധ്യാത്മികമായ സാധനയാണ്. ആ സാധന തുടർന്നുകൊണ്ട് പോണ സമയത്താണ് എന്തുണ്ടായത്? ഈ പോകുന്ന വഴിത്താരയിൽ അശരീരി ഉണ്ടായത്. ഈ ദേവകീദേവി പ്രസവിച്ചുണ്ടാവുന്ന കുട്ടി നിന്റെ തന്നെ അന്തകനാകും എന്ന ആ ഒരു വാചകം കേട്ടതോടുകൂടി കംസന്റെ സ്വഭാവം മാറിയെന്നാണ്. അതോടുകൂടി ദേവകീദേവി ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഏതൊരു ശരീരമാണോ സാധനാമാർഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തരംതിരിച്ചു വിട്ടത്, ആ ശരീരം തന്നെ അതിൻ്റെ സ്വാർത്ഥതകൾക്ക് വിഘാതമുണ്ടാകുമ്പോൾ സത്വഗുണത്തെയും സാത്വിക ധർമ്മത്തെയും അതിൻ്റെ ചേരലിനെയും ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയാണ്. അപ്പം എന്താ വേണ്ടത്? ത്യാഗേ നൈകേ അമൃതത്വമശ്നുതേ. ത്യാഗമാണ് വേണ്ടത്. ആ ത്യാഗം അതോടുകൂടി വസുദേവര് ചെയ്യാണ്. ഉണ്ടാവുന്ന കുട്ടികളെയൊക്കെ തരാം എന്ന് പറയുകയാണ്. അപ്പോൾ ആ ത്യാഗത്തിലൂടെ വസുദേവര് 6 കുഞ്ഞുങ്ങളെ കൊടുത്തു എന്നാ പറയണേ. എന്താ അതിനർത്ഥം? ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ 6 വികാരങ്ങളെ നമ്മൾ അതിജീവിക്കണം. അതാണ് 6 കുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊല്ലലല്ല, അതിനെ അതിക്രമിക്കലാണ്. സൗന്ദര്യം, യശസ്, വീര്യം, കീർത്തി, അഭിമാനം, ശ്രീ, ഈ 6 വികാരങ്ങൾ നമ്മൾ അതിക്രമിച്ച് കഴിയുമ്പോൾ 7ാമത് നമുക്ക് മഹാമായയെ കാണാം എന്നാണ്. 8ാമത് നമുക്ക് കൃഷ്ണ സ്വരൂപത്തെ അറിയാം എന്നാണ്. 8ാമത്തെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? 8ാമത്തെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഋതംഭരാ ബുദ്ധി അല്ലെങ്കിൽ ഋതംഭരാ പ്രജ്ഞ എന്ന് നമ്മൾ പറയുന്ന നമ്മളിൽ തന്നെയുള്ള സമാധിസ്ഥമായിരിക്കുന്ന ബോധം തന്നെയാണ് ആ കൃഷ്ണാവതാരം എന്ന് പറയുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ആ സമാധിസ്ഥമായിരിക്കുന്ന ബോധതലം എപ്പോഴാണോ നമ്മളിൽ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ രജസ് അതോടുകൂടി ഇല്ലാണ്ട്, അതാണ് ചില മാർഗങ്ങളിൽ തന്ത്രശാസ്ത്രത്തിൽ തീവ്രതര ദീക്ഷ എന്ന് പറഞ്ഞൊരു ദീക്ഷയുണ്ട്. തീവ്രതര ദീക്ഷ കിട്ടുന്നതോടുകൂടി വാങ്ങുന്ന ആൾ മരിച്ചു പോവും. ആ മൊമെന്റിൽ ഇല്ലാണ്ടായി പോവും. അങ്ങനത്തെ സ്ഥലത്തൊന്നും ആരും ചെല്ലാറില്ല. കാരണം തീവ്രതര ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളില്ലല്ലോ. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ, ജീവൻ മുക്തതയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ പരിശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കംസനും കൃഷ്ണനും തമ്മിൽ കണ്ടുമുട്ടുന്ന നിമിഷത്തിൽ തന്നെ ആ കംസൻ തിരോധാനം ചെയ്യപ്പെട്ടു പോവുകയാണ്. അപ്പോൾ രജസ്സിനെ അതിക്രമിച്ചുകൊണ്ട്, രജോ ഗുണത്തെ അതിക്രമിച്ചുകൊണ്ട് എപ്രകാരത്തിലാണോ നമ്മുടെ ജീവിതം ആധ്യാത്മികമായിരിക്കുന്ന സാധനാമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് തീവ്രതര ദീക്ഷയിലേക്ക് ഉയർത്തെഴുന്നേൽക്കേണ്ടത്, രജസ്സിൻ്റെ പര്യവസാനത്തോടുകൂടി നമ്മുടെ ജീവൻ മുക്തി സംഭവിക്കുന്നത്, അതിനെയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണാവതാര നിരൂപണം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം ഏതായാലും ഇനി അവതാര രംഗം ആവിഷ്കരിക്കുകയാണ്. അതിൻ്റെ ആഘോഷങ്ങളിലും അതിൻ്റെ നന്മകളിലുമൊക്കെ നമുക്ക് പങ്കുചേരാം. ഹൃദയം തുറന്ന് നാമം ജപിക്കാനും ഹൃദയം തുറന്ന് ഈശ്വരനെ ആരാധിക്കാനും ഇനി വരുന്ന സ്വർഗതുല്യമായിരിക്കുന്ന നിമിഷങ്ങൾ, അത് ഹൃദയത്തിൽ ആ ഉണ്ണികൃഷ്ണനെ കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ കാണുന്നതിലെല്ലാം ഈശ്വരനെ കാണുക എന്നുള്ളതും കൂടിയാവട്ടെ. ഈ കാണുന്ന എല്ലാറ്റിലും നമുക്ക് സമീപത്ത് നിൽക്കുന്നവരിലും നമ്മളിലും ചരാചരങ്ങളിലും ഇവിടുത്തെ വിഗ്രഹങ്ങളിലും പൂക്കളിലും എല്ലാത്തിലും, കാരണം ഭഗവാന്റെ ജീവിതം നമുക്കറിയാം, എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കുകയല്ല കൃഷ്ണൻ ചെയ്തത്.
മറിച്ച് സ്വജീവിതത്തെ മാതൃകാപരമായി നമ്മുടെ മുൻപിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്തത്. ഒന്നും മാറ്റിവെച്ചത് കൊണ്ടോ ഒന്നും സ്വീകരിച്ചത് കൊണ്ടോ അല്ല കൃഷ്ണ തത്വം അനശ്വരമാകുന്നത്. അതായി തന്നെ നിലനിന്നപ്പോഴാണ്. അപ്പോൾ ആ അവതാര ശ്ലോകങ്ങൾ സ്വാമിജി ഇവിടെ പാരായണം ചെയ്യും. അത് കഴിഞ്ഞ് നാമസങ്കീർത്തനത്തോടുകൂടി നമുക്ക് അവതാരത്തെ സമർപ്പിക്കാം. സ്വാമിജി പറഞ്ഞത് 2 നാമം ജപിക്കാനാണ്. 2 നാമം ജപിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഒരു ചെറിയ നാമല്ല, ഒരു ചെറിയ ശ്ലോകം, മംഗളശ്ലോകം ജപിച്ചുകൊണ്ട് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഏറ്റു ജപിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ഹൃദയം ഒന്ന് ഉന്മീലിതമായാൽ. നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. ജപിച്ചു നോക്കൂ. നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. ജ്ഞാനാവലാദി തിരുമുൻപിലുണർത്തിടുന്നേ കൃഷ്ണാനന്ദപൂർണനതു കേട്ടു ധരിച്ചിടേണം. ഈ ജന്മത്തിലാകെ ദുഃഖങ്ങളാണടിയന്റെ നേട്ടം. നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, 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 നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. കണ്ണാ വലഞ്ഞു വേദന കൊണ്ടു കുഴഞ്ഞു നാവ്, നാമം ജപിക്കുവതിനും കഴിയാതെയായി. ഹാ മൃത്യുവന്നു വിളിച്ചിടുന്നു, ഹാ മൃത്യുവന്നു പടിമുട്ടി വിളിച്ചിടുന്നു. നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, 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 നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. അധ സർവഗുണോപേത കാലപരമശോഭന യർഹ്യേവാജന ജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമവ്രജാഗരാ നദ്യപ്രസന്നസലിലാ ഹൃദാജലരവശ്രിയാ ദ്വിജാളികുലസന്നാദ സ്തപകാവനരാജയാ മവൗവായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചിഃ അഗ്നയശ്ച ദ്വിജാതീനാം ദേവാശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേദുർദ്വന്ദ്വഭയോ ദിവി ജഗുഃ കിന്നരഗന്ധർവാഃ തുഷ്ടൗ സിദ്ധചാരണാ വിദ്യാധര്യശ്ച നൃതുഭിഃ അപ്സരോഭിः സമം തദാ നിശീഥേ തമൗദ്യോൻ
ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ അവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദിരുവ പുഷ്കര തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലദ്വിഷാം പരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗദ കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത തോം തദഗധിമി തോം തദഗധിമി കണ്ണാനീ വാവാ 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 ആനന്ദ നടനമാടി കണ്ണാനീ വാവാ ആനന്ദ നടനമാടി കണ്ണാനീ വാവാ ആനന്ദ നടനമാടി കണ്ണാനീ വാവാ ആനന്ദ നടനമാടി കണ്ണാനീ വാവാ ആനന്ദം പരമാനന്ദം അടിയനിലറിവായി വാ ആനന്ദം പരമാനന്ദം അടിയനിലറിവായി വാ ആനന്ദം പരമാനന്ദം അടിയനിലറിവായി വാ ആനന്ദം പരമാനന്ദം അടിയനിലറിവായി വാ തോം തദഗധിമി തോം തദഗധിമി കണ്ണാനീ വാവാ തോം തദഗധിമി തോം തദഗധിമി കണ്ണാനീ വാവാ അരമണി കിങ്ങിണി കാൽത്തള ചാർത്തി 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 കണ്ണാനീ വാവാ കണ്ണാനീ വാവാ കണ്ണാനീ വാവാ ഉണ്ണീ നീ വാവാ ഉണ്ണീ നീ വാവാ തായ യശോദതൻ താപം തീർക്കാൻ കണ്ണാനീ 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 വാവാ തോം തദഗധിമി തോം തദഗധിമി കണ്ണാനീ വാവാ തോം തദഗധിമി തോം തദഗധിമി കണ്ണാനീ വാവാ ആനന്ദ നടനമാടി കണ്ണാനീ വാവാ ആനന്ദ നടനമാടി കണ്ണാനീ വാവാ ആനന്ദം പരമാനന്ദം അടിയനിലറിവായി വാ ആനന്ദം പരമാനന്ദം അടിയനിലറിവായി വാ ആനന്ദം പരമാനന്ദം അടിയനിലറിവായി വാ ആനന്ദം പരമാനന്ദം അടിയനിലറിവായി വാ ഓം തദഗധിമി തോം തദഗധിമി കണ്ണാനീ വാവാ ഓം തദഗധിമി തോം തദഗധിമി
തദഗതിമി കണ്ണാ നീ വാവാ. ഓമൽ തിരുമുടിയിൽ പീലി തിരുകി മല്ലെ 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 കണ്ണാ നീ വാവാ. ഓം തദഗതിമി തോം തദഗതിമി കണ്ണാ നീ വാവാ. തോം തദഗതിമി തോം തദഗതിമി കണ്ണാ നീ വാവാ. ആനന്ദ നടനമാടി കണ്ണാ നീ വാവാ. ആനന്ദ നടനമാടി കണ്ണാ നീ വാവാ. ആനന്ദം പരമാനന്ദം അടിയനിൽ അറിവായി വാ. ആനന്ദം പരമാനന്ദം അടിയനിൽ അറിവായി വാ. ഓം തദഗതിമി തോം തദഗതിമി കണ്ണാ നീ വാവാ. തോം തദഗതിമി തോം തദഗതിമി കണ്ണാ നീ വാവാ. നർത്തനമാടാൻ വാ. നർത്തനമാടാൻ വാ. നർത്തനമാടാൻ വാ. നർത്തനമാടാൻ വാ. എൻ മനതാരിൽ വാ. എൻ മനതാരിൽ വാ. കണ്ണാ നീ വാവാ. ഉണ്ണി നീ വാവാ. തോം തദഗതിമി തോം തദഗതിമി കണ്ണാ നീ വാവാ. തോം തദഗതിമി തോം തദഗതിമി കണ്ണാ നീ വാവാ. ആനന്ദ നടനമാടി കണ്ണാ നീ വാവാ. ആനന്ദ നടനമാടി കണ്ണാ നീ വാവാ. ആനന്ദം പരമാനന്ദം അടിയനിൽ അറിവായി വാ. ആനന്ദം പരമാനന്ദം അടിയനിൽ അറിവായി വാ. തോം തദഗതിമി തോം തദഗതിമി കണ്ണാ നീ വാവാ. തോം തദഗതിമി തോം തദഗതിമി കണ്ണാ നീ വാവാ. അരമണി കിങ്ങിണി കാൽത്തള ചാർത്തി കണ്ണാ നീ വാവാ. അരമണി കിങ്ങിണി കാൽത്തള ചാർത്തി കണ്ണാ നീ വാവാ. ഉണ്ണി നീ വാവാ. പൊന്നുണ്ണി നീ വാവാ. തായ യശോദതൻ താപം തീർക്കാൻ കണ്ണാ നീ വാവാ. തായ യശോദതൻ താപം തീർക്കാൻ കണ്ണാ നീ വാവാ. ഓമൽ തിരുമുടിയിൽ പീലി തിരുകി മെല്ലെ കണ്ണാ നീ വാവാ. ഓമൽ തിരുമുടിയിൽ പീലി തിരുകി മെല്ലെ കണ്ണാ നീ വാവാ. നർത്തനമാടാൻ വാ. നർത്തനമാടാൻ വാ. നർത്തനമാടാൻ വാ. നർത്തനമാടാൻ വാ. എൻ മനതാരിൽ വാ. എൻ മനതാരിൽ വാ. കണ്ണാ നീ വാവാ. ഉണ്ണി നീ വാവാ. ഉണ്ണി നീ വാവാ. നർത്തനമാടാൻ വാ. നർത്തനമാടാൻ വാ. നർത്തനമാടാൻ വാ. നർത്തനമാടാൻ വാ. गोपाला गोपाला श्याम गोपाला 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 श्याम गोपाला 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 श्याम गोपाला
ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല ദേവകീ നന്ദന സുന്ദര വേണുഗോപാല ദേവകീ നന്ദന സുന്ദര വേണുഗോപാല ദേവകീ നന്ദന സുന്ദര വേണുഗോപാല ദേവകീ നന്ദന സുന്ദര വേണുഗോപാല ഓ രാധേ 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 ഗോപാല 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 ശ്യാമ ഗോപാല 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 ശ്യാമ ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല യമുനാ തീര വിഹാരി വൃന്ദാവന കുഞ്ച വിഹാരി 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 നന്ദവന സഞ്ചാരി ഗോപി ഗോപാല നന്ദവന സഞ്ചാരി ഗോപി ഗോപാല ഗോവർദ്ധന ഗിരിധാരി കസ്തൂരി തിലകധാരി ഗോവർദ്ധന ഗിരിധാരി കസ്തൂരി തിലകധാരി ശ്രീരാധാ മന വിഹാരി സുന്ദർ ഗോപാല ശ്രീരാധാ മന വിഹാരി സുന്ദർ ഗോപാല ഓ രാധേ 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 ഗോപാല 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 ശ്യാമ ഗോപാല 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 ശ്യാമ ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല ഗോപി മദന മുരാരി ഗോപാല കൃഷ്ണ മുരാരി 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 മധുര സഞ്ചാരി ഗോപി ഗോപാല മധുര സഞ്ചാരി ഗോപി ഗോപാല മധുര സഞ്ചാരി ഗോപി ഗോപാല മധുര സഞ്ചാരി ഗോപി ഗോപാല ദേവകി നന്ദകുമാര യാദവ നന്ദകിശോര ദേവകി നന്ദകുമാര യാദവ നന്ദകിശോര ദേവകി നന്ദകുമാര യാദവ നന്ദകിശോര ദേവകി നന്ദകുമാര യാദവ നന്ദകിശോര ശ്രീമീരാമൻ വിഹാരി സുന്ദർ ഗോപാല ശ്രീരാമൻ വിഹാരി സുന്ദർ ഗോപാല ഓ രാധേ 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 ഗോപാല 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 ശ്യാമ ഗോപാല 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 ശ്യാമ ഗോപാല 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 ശ്യാമ ഗോപാല 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 ശ്യാമ ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല ദേവകി നന്ദന സുന്ദര വേണുഗോപാല ദേവകി നന്ദന സുന്ദര വേണുഗോപാല ഹേ ദേവകി നന്ദന സുന്ദര വേണുഗോപാല ദേവകി നന്ദന സുന്ദര വേണുഗോപാല രാധേ 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 ഗോപാല
രാധേ 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 ഗോപാല ഓ 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 രാധേ ഗോപാല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ